വള്ളുവനാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും സാംസ്കാരിക ജീവനാഡിയായ ഭാരതപ്പുഴയുടെ തീരത്തേക്ക്, നിളയുടെ പുണ്യഭൂമിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഇവിടെയുണ്ട് കാലാന്തരങ്ങളെ തോൽപ്പിച്ച് തലയുയർത്തി നിൽക്കുന്ന ഒരു പുരാതന ശിവക്ഷേത്രം, തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രം. ഭാരതപ്പുഴയുടെ ഈ കുഴി അഥവാ താഴ്ന്ന പ്രദേശം സാക്ഷാൽ കാശിയോളം പുണ്യം പേറുന്നത് എങ്ങനെയാണ്? അതാണ് ഇവിടുത്തെ ആദ്യത്തെ അത്ഭുതം. ഈ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തനിയെ ഉത്ഭവിച്ച ശിവലിംഗ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമാണ്. പ്രകൃതിയുടെ ഒരു കയ്യൊപ്പ് പോലെ പാറകളും മരങ്ങളും ചുറ്റപ്പെട്ട ആദിമമായ ഒരു ആരാധനാ രീതിയാണ് ഇവിടുത്തേത്. ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം അത്രയേറെ അപൂർവമാണ്. മഹാദേവനും അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഉമാദേവിയും ഉമാമഹേശ്വരന്മാരായി ഇവിടെ കുടികൊള്ളുന്നു. പക്ഷേ ദേവിയെ വിഗ്രഹരൂപത്തിൽ കാണില്ല. ശിവലിംഗത്തിന് പിന്നിൽ ഒരു വിളക്കിലെ ജ്യോതിയായി അഥവാ പ്രകാശരൂപമായിട്ടാണ് പാർവതി ദേവിയെ സങ്കല്പിക്കുന്നത്. ശക്തിയെ വിഗ്രഹത്തിലല്ല മറിച്ച് ഊർജ്ജരൂപമായി ആരാധിക്കുന്ന ഈ രീതി ക്ഷേത്രത്തിന്റെ ആദിമവും താന്ത്രികവുമായ വേരുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രം വെറും ഒരു ശിവക്ഷേത്രമല്ല. ഇത് അറിയപ്പെടുന്നത് ദക്ഷിണ കാശി അഥവാ കലിയുഗത്തിലെ രണ്ടാമത്തെ കാശി സ്ഥലം എന്നാണ്. വടക്ക് കാശിയിൽ വിശ്വനാഥനും വിശാലാക്ഷി അമ്മനും ഒരുമിച്ച് കുടികൊള്ളുന്നത് പോലെ ഇവിടെ ഉമാമഹേശ്വരന്മാർ ഒരുമിച്ച് കുടികൊള്ളുന്നു. അതോടൊപ്പം ഭാരതപ്പുഴയിലെ പുണ്യസ്നാനത്തിന് കാശി ദർശന ഫലത്തിന് തുല്യമായ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും പിതൃകർമ്മങ്ങൾക്കും മോക്ഷപ്രാപ്തിക്കും വേണ്ടി ഭക്തർ ഇവിടെ എത്തുന്നത്. കൂടാതെ രോഗശാന്തിക്കായി നടത്തുന്ന മൃത്യുഞ്ജയ ഹോമം പോലുള്ള വഴിപാടുകൾക്കും ക്ഷേത്രം പ്രസിദ്ധമാണ്. കേരള ചരിത്രത്തിൽ വഞ്ചി എന്ന് പേര് വരുന്ന കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളവും ഈ പൈങ്കുളത്തെ തിരുവഞ്ചിക്കുഴിയും ചരിത്രകാരന്മാർക്ക് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ തിരുവഞ്ചിക്കുളം ചേരന്മാരുടെ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ക്ഷേത്രമായിരുന്നപ്പോൾ ഈ തിരുവഞ്ചിക്കുഴി പുഴയോരത്തെ കുഴി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രാകൃതമായ സ്വയംഭൂ സങ്കല്പത്തിൽ ഉറച്ചുനിന്ന ഒരു ആത്മീയ കേന്ദ്രമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ ബാധിച്ച വിദേശാക്രമങ്ങളുടെ ചരിത്രമെല്ലാം പൈങ്കുളത്തിന് നേരിട്ട് ബാധകമായിരുന്നില്ലെന്നാണ് ചരിത്ര വിശകലനം. ഭാരതപ്പുഴയുടെ തീരത്ത് ഈ പുരാതന ഐതിഹ്യം പേറി ആചാരങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. അടുത്തിടെ ഇവിടെ ആദ്യമായി കഥകളി അരങ്ങേറിയത് ഈ ക്ഷേത്രം അതിന്റെ ആത്മീയ പാരമ്പര്യത്തിനൊപ്പം ഒരു സാംസ്കാരിക കേന്ദ്രമായി വളരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചേര ഭരണത്തിന്റെ തിരുവഞ്ചിക്കുളത്തിൽ നിന്നും വേർപെട്ട സ്വയംഭൂവിന്റെയും ജ്യോതി സ്വരൂപിണിയുടെയും ദക്ഷിണ കാശിയുടെയും തനിമയോടെ തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രം കാലത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നു. ഈ പുണ്യസ്ഥലം നേരിൽ കണ്ടു തൊഴാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ CCV ന്യൂസ് ചേലക്കര.